വെൽക്കം ബാക്ക് ടു ജാസ് വ്ലോഗ്സ്. ജാസ് വ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്നുള്ളത് വാഗമണ്ണാണ്. വാഗമണ്ണിൻ്റെ കുറഞ്ഞ ഭാഗം നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത്, കഴിഞ്ഞ ദിവസം നമ്മൾ വന്നപ്പോഴേക്കും ഒരുപാട് ലേറ്റായി. ഇന്ന് നമ്മൾ പോകുന്നത് രണ്ട് സ്ഥലങ്ങളാണ് മെയിനായിട്ട്. ഒന്ന് തങ്ങൾപാറയും മറ്റൊന്ന് കുരിശുമലയും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കുരിശുമലയിലേക്കാണ് പോകുന്നത്. ഉള്ള കാഴ്ചകളും അതിന് മുകളിൽ കുറച്ച് നമുക്ക് ട്രക്കിംഗ് ആണ് കേട്ടോ, നടന്ന് കയറി പോകണം. വാഗമണ്ണ് നമ്മൾ വന്നപ്പോൾ നല്ല കാലാവസ്ഥ ആയിരുന്നു കേട്ടോ. നല്ല കാറ്റ് എന്ന് പറഞ്ഞാൽ രാത്രിയൊക്കെ എന്ത് കാറ്റെന്ന് പറയാം, പുറത്തുനിന്ന് നല്ല നോയ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ അടിപൊളി കാറ്റ്, ഇപ്പോഴും അതേ കാറ്റുണ്ട് കേട്ടോ. നോയ്സ് ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുരിശുമലയിലേക്കാണ് പോകുന്നത്. അപ്പോൾ കുരിശുമല പോകുന്ന റൂട്ടും അതിനുള്ള അവിടെയുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാം. ഒരുപാട് സംഭവങ്ങളുണ്ടോ. വാഗമണ്ണ് മെയിനായിട്ടുള്ളത് മൊട്ടക്കുന്ന് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, പിന്നെ അതേപോലെ തങ്ങൾപാറ, കുരിശുമല, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട് കേട്ടോ. നിങ്ങൾ ഗ്രൂപ്പായിട്ട് വരുന്ന ആളുകളാണെങ്കിൽ ഇവിടെ ജീപ്പ് ഉണ്ടാവും. ആ ജീപ്പ് എടുത്തിട്ട് പോവാം. എത്ര ചാർജ് എന്ന് അറിയില്ല. ഗ്രൂപ്പൊക്കെ ആയിട്ട് ആണെങ്കിൽ അവരെല്ലാ സ്ഥലങ്ങളും കൊണ്ടുപോയി കാണിച്ചു തരും. പിന്നെ കുറേ സ്ഥലങ്ങൾ ഈ തങ്ങൾപാറയും കുരിശുമലയൊക്കെ ട്രക്കിംഗ് ആണ്, നമ്മൾ നടന്ന് കയറി പോകണം. മറ്റതിലൊക്കെ അവർ വണ്ടി പോകുന്നിടത്തോളം അവർ കൊണ്ടുപോയിട്ട് ഇറക്കി വരും. ഓരോ സ്ഥലങ്ങളും അവർ കാണിച്ചു തരും. പിന്നെന്താ, ഇപ്പോൾ നമുക്ക് നേരിട്ട് കുരിശുമലയിലോട്ട് പോകുന്നാൽ. അപ്പോൾ നമ്മൾ ഇന്നത്തോടുകൂടി നമ്മൾ വാഗമണ്ണ് വിടും. വാഗമണ്ണ് മാക്സിമം നമ്മളിന്ന് കവർ ചെയ്യാൻ നോക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളിന്ന് പോവും. ഇന്ന് പോകുന്നത് നമ്മൾ മിക്കവാറും എങ്ങോട്ടാണ് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ വൈകിട്ട് നമുക്ക് എങ്ങോട്ടാണ് നമ്മൾ പോകുന്നുള്ളത് തീരുമാനിക്കണം. ഏതായാലും നമുക്കൊന്ന് പോയി നോക്കാം. അടിപൊളി ക്ലൈമറ്റ് കേട്ടോ, നല്ല തണുപ്പ്. വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ ഐസ് വാട്ടർ, അതാണ്, അത്രയും തണുപ്പാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലീസിലും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒന്ന് നേരെ അങ്ങോട്ട് വിട്ടാൽ ഓക്കെ. വരുന്ന വഴിക്ക് തന്നെ ഇവിടെ നമുക്കൊരു കവാടം കാണാം. അവിടെ ഞാൻ ചോദിക്കുന്നുണ്ട്, ഇവിടുന്ന് ലെഫ്റ്റ് കയറിക്കണം കേട്ടോ. ഇപ്പോൾ നമ്മളുള്ളത് വാഗമൺ കുരിശുമലയുടെ തൊട്ടടുത്ത് കേട്ടോ. ഇവിടെ ഒരു പള്ളി ഉണ്ടാവും. ആ പള്ളിയുടെ അടുത്ത് വണ്ടി നിർത്തിയിട്ട് അവിടെ പാർക്ക് ചെയ്തിട്ട് 10 രൂപ ടിക്കറ്റ് ഉണ്ട്. ആ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് മുകളിലോട്ട് കയറി പോകാം. പാർക്കിംഗ് ഫീ എന്നാണ് പറഞ്ഞത്, വേറെ ചാർജ് ഒന്നുമില്ല. പിന്നെ നേരെ ഓപ്പോസിറ്റ് തന്നെ വേറൊരു മല ഉണ്ട്, മുരുകമല. ഈ കുരിശുമലയുടെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ്. അതും നമുക്ക് കയറി പോകാം. ഇവിടെ വണ്ടി വെച്ചിട്ട് നേരെ നമ്മൾ മുകളിലോട്ട് നടന്ന് പോകണം കേട്ടോ. കുറച്ച് ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം അങ്ങോട്ട് കയറി പോകാനുണ്ട്. ട്രക്കിംഗ് ആണ്. നല്ല കാറ്റാണ്, കുറച്ച് നോയ്സ് ഉണ്ടാവും. നല്ല കാറ്റാണ്. രാവിലെ ഇന്നലെ രാത്രിയൊക്കെ നല്ല കാറ്റെന്ന് വെച്ചാൽ നല്ല കാറ്റ്. ഇതാണ് കുരിശുമല. ആ മലയുടെ മണ്ടക്കാണ്. നല്ല നോയ്സ് ഉണ്ടാവും, കാരണം നല്ല കാറ്റാണ്. നല്ല കാറ്റാട്ടോ, അടിപൊളി കാറ്റാണ്. കണ്ടോ, അവിടെ കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇതുവഴി ഇങ്ങനെ കയറി വന്നിട്ട് വാഗമണ്ണെന്ന് ഇതുവഴി കയറി വരാം. അതുവഴി കയറി വന്നിട്ട് നേരെ നമ്മൾ ഇവിടുന്ന് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ കയറി പോകാം. മുകളിലോട്ട് കയറി പോകണം. കയറി പോകുമ്പോൾ വെള്ളമോ സ്നാക്സോ ഒക്കെ എന്തെങ്കിലുമൊക്കെ കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. കുറച്ച് നമുക്ക് കയറി പോകാനുണ്ട്. മുകളിൽ കയറി കഴിഞ്ഞാൽ നല്ല വ്യൂ കേട്ടോ. അപ്പോൾ ഈവനിങ് ഒക്കെ ആണെങ്കിൽ സൺസെറ്റൊക്കെ കാണാൻ പറ്റുന്നു. പിന്നെ അവിടെ നിന്നുള്ള നല്ലൊരു വ്യൂ പോയിൻ്റ് ഒക്കെ ആണ്. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു പള്ളിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ നടക്കുന്ന ഒരു ഇതൊക്കെ കാണാം. നമുക്ക് ഏതായാലും മുകളിലോട്ട് കയറി പോകട്ടോ. അടിപൊളി, കാരണം അടിപൊളി കാറ്റാണ്. നല്ല കാറ്റതുണ്ടോ, വോയിസ് നന്നായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ കയറിപ്പോകാൻ വലിയ ഇതൊന്നുമില്ല, കാരണം തണുപ്പായതുകൊണ്ട് സുഖമായിട്ട് കയറി പോവാം. വെയിലാകുന്ന സമയത്താണ് നമുക്ക് എന്താ ചെയ്യുക പ്രശ്നം. വഴി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പാറകളും ഇതൊക്കെ ആയിട്ട്, കല്ലുകളൊക്കെ ആയിട്ട് അങ്ങനെ അതിൻ്റെ മുകളിലൂടെ കേട്ടോ. അല്ലാതെ പ്രോപ്പറായിട്ടുള്ള വഴിയൊന്നുമില്ല. അങ്ങനെ കയറി പോവാം. അങ്ങനെ ഡേഞ്ചറായിട്ടുള്ള വഴിയൊന്നും നല്ലതാണ്. പക്ഷേ നമുക്ക് സ്റ്റെപ്പായിട്ടൊന്നുമില്ല. അങ്ങനെ ചെറിയ ചെറിയ പാറാണ്. ആ പാറിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ കയറി പോവാം. ഇതുണ്ടോ,
ഇതേപോലുള്ള വഴികളായിരിക്കും. അങ്ങനെ കയറി പോയാൽ മതി നമുക്ക്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഫസ്റ്റ് നമുക്ക് കിട്ടുന്നത് ഈ ഒരു സംഭവം കേട്ടോ. ഇവിടെ നമുക്ക് ഒരു ഭണ്ഡാരമുണ്ട്, നമുക്ക് ക്യാഷൊക്കെ കയ്യിലിടാം. പെരുന്നാൾ പിന്നെ ഇവിടെ പ്രത്യേക ഒരു ഇത് എഴുതിയിട്ടുണ്ട്, തീർത്ഥാടകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇടിമിന്നലും മഴയും ഉള്ളപ്പോഴും വൈകുന്നേരം 6 മണിക്ക് ശേഷവും മലകയറ്റം കർശനമായി നിരോധിച്ചിരിക്കുന്നു. കാരണം ഇടിമിന്നലൊക്കെ ഉണ്ടെങ്കിൽ ഏൽക്കാൻ കൂടുതൽ ചാൻസ് ഉള്ള അത്ര ഹൈറ്റിലല്ലേ. അപ്പം കയറി വരുമ്പോൾ നമുക്ക് അവിടെയൊക്കെ ഇരിക്കാനുള്ളൊരു ഇതുണ്ട്, നല്ല തണലൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, ഇതുപോലുള്ള വഴിയാണ്. ഇതുവഴി ഇങ്ങനെ നടന്ന് കയറി പോകണം. അങ്ങനെ കുത്തനെ പാറുണ്ട് കേട്ടോ. കുറച്ച് നമ്മൾ കയറി വരുമ്പം ഉള്ള വ്യൂ കേട്ടോ. നോക്കിയേ, അടിപൊളി വ്യൂ അല്ലേ. ആ കാണുന്നത് മുരുകമല. നമ്മളൊന്ന് കയറി പോവാം. നല്ല കാറ്റ് കേട്ടോ, നല്ല നോയ്സ്. നമ്മൾ വരുന്ന വഴിക്കൊക്കെ എങ്ങനെ കേട്ടോ, നമ്മളങ്ങനെ കയറി വരികയാണ്. നമ്മളാ താഴെ അവിടെ നാട്ടിൽ കയറി വരുന്നത് കുറച്ചിങ്ങനെ നടന്നു പോകണ്ട കേട്ടോ. കണ്ടോ, മുകളിലോട്ട് വരുമ്പോൾ ഇവിടെ അങ്ങനെ ചെറിയ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇങ്ങനെ കയറി പോവാം. കണ്ടോ, കണ്ടില്ലേ, മുകളിലോട്ട് നല്ല വ്യൂ ആയിരിക്കും കേട്ടോ. അടിപൊളി വ്യൂ ആണ്. കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടോ. അത് നമ്മളെ വീഡിയോ വന്നിട്ട് വീഡിയോ അപ്ലോഡ് ആയിട്ടില്ല ഇതുവരെ, അത് അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, അങ്ങനെ കയറി പോകണം കേട്ടോ. അതിൻ്റെ ടോപ്പിലെത്തണം, കുറച്ചുകൂടെ കയറി പോകാനുണ്ട്. ഇതുണ്ടോ, നമ്മൾ അങ്ങനെ കയറി വരുമ്പം ഇതേപോലുള്ള ഈശോയുടെ ചിത്രങ്ങൾ കാണാം. ഇത് ഓരോന്നും ഓരോ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഓരോ ഘട്ടത്തിലും. അതായത് ഈശോ കുരിശുമായിട്ട് പോകുന്ന സമയത്തുണ്ടാകുന്ന ഓരോ സംഭവങ്ങളും ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടോ, നമ്മൾ കയറി വരുന്ന വഴിക്കൊക്കെ നമ്മൾ ഓരോ ഇത് കാണും കേട്ടോ. ഓരോന്ന് കാണിച്ചു തരാം. അങ്ങനെ ഒരുപാട് പോകുന്ന വഴിക്ക് ഓരോ പോയിന്റിലും ഓരോരോ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചിത്രങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ചിത്രമല്ല, അത് ഉണ്ടാക്കിയെടുത്താണ്. അതിൽ അതുകൊണ്ടോ അടിപൊളി വ്യൂ കേട്ടോ. നമ്മളിങ്ങനെ കയറി വരുമ്പോൾ കണ്ടോ, ഓരോ സ്ഥലത്തും ഓരോ പോയിന്റുകളുണ്ട്. ആ ഓരോ പോയിന്റിൽ ഓരോ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചിത്രങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഈശോ കുരിശുമായിട്ട് മല കയറിയപ്പം ഉള്ള ഓരോ സംഭവങ്ങളാണ്.
വെറോനിക്ക മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു. അതിൻ്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കയറി പോവാണ്. പോകുന്ന വഴിക്കുള്ള ഓരോ പോയിന്റിലും ഓരോ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. കയറി പോകുമ്പോൾ അടിപൊളി വ്യൂ ആട്ടോ, കിടിലം വ്യൂ ആണ്. കുറച്ച് കയറി പോരാനുണ്ട്. നല്ല കാറ്റുമാണ്, കിടിലം കാറ്റ്, കിടിലം കാറ്റ്. ഏഴാമത്തെ പോയിന്റാണ്. ഈശോ 2ാം പ്രാവശ്യം വീഴുന്നു. കുരിശുമാർക്ക് 2ാമത്തെ പ്രാവശ്യം വീഴുന്നതിൻ്റെ ഒരു ചിത്രമാണ്. പകുതി കയറി ഇനി കുറച്ചുകൂടെ കയറാനുണ്ട് കേട്ടോ. ഇതേപോലെ ഒരു 3 പോയിന്റ് ഇനിയുണ്ട്. കുറച്ചുകൂടെ കയറി പോകണ്ട. വയ്യവിടെ നിന്ന് ഇരുന്നാണ് കുറച്ച് നേരം. നമ്മളങ്ങനെ വീണ്ടും നടന്നു. പകുതി കുറച്ച് നേരം ഇരുന്ന് അവിടെ കുറച്ച് വെള്ളം കുടിച്ചു നമ്മൾ വീണ്ടും നടക്കുകയാണ്. നല്ല കാറ്റ്. നമ്മൾ ഇരുന്നിടത്ത് നമ്മൾ ആടി പോന്നു. അത്രയും നല്ല കാറ്റാട്ടോ. ഇപ്പോൾ നമ്മൾ വീണ്ടും അടുത്തൊരു പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഈശോമിശിഹായ ഓർഷ്ലം നഗരയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഈശോ ഓർഷ്ലം നഗരയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഉണ്ടോ ഈ കുരിശുമല എന്ന് പറയുന്നത് പോകുന്ന വഴിക്കൊക്കെ നമ്മളെ യേശു കുരിശു വേണ്ടി പോകാൻ്റെ ഓർമ്മകൾ ഓരോ പോയിന്റിലും ഓരോ സംഗതികളും എഴുതി വെക്കുകയും അതിൻ്റെ ചിത്രങ്ങളടക്കം കാണിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത പോയിന്റിലെത്തി നമ്മൾ. ഈശോ 3ാം പ്രാവശ്യം വീഴുന്നതാണ് എഴുതി. മൂന്നാം പ്രാവശ്യം വീഴുന്നതിൻ്റെ ചിത്രം കേട്ടോ കണ്ടത്. ഒരു ഓർമ്മപ്പെടുത്തലാണ്. ചരിത്രത്തിൻ്റെ യേശു കുരിശുമായി പോയതിൻ്റെ ഓർമ്മകൾ ചിത്രങ്ങൾ സഹിതം. അത് ശരിക്കും ഫോട്ടോഗ്രാഫി അല്ല കേട്ടോ. അതൊക്കെ മണൽ സിമെന്റിൽ ചെയ്തെടുത്തതാണ്. ഓക്കെ, അന്യ വ്യൂ കേട്ടോ. നമ്മൾ കയറി ഏകദേശം നമ്മൾ ഇവിടെ കയറി വരുമ്പം ഹിഡു കേട്ടോ. അടിപൊളി സ്ഥലം. അവിടെ ഒരു ലേക്ക് ഉണ്ട്. പക്ഷേ അങ്ങോട്ട് കടത്തി വിടില്ല. അത് പ്രൈവറ്റ് ആണെന്ന് തോന്നുന്നു. ഈ ഫാക്ടറി ആണെന്ന് തോന്നുന്നു. അവിടെ അതിൻ്റെ മണ്ടൊക്കെ ആയിട്ട് അടിപൊളി സ്ഥലമാണ്. ഈ കാണുന്നത് വാഗമൺ കേട്ടോ. കാണുന്ന വാഗമൺ ടൗൺ ആണ് കാണുന്നത്. നമ്മൾ കയറി വരുമ്പോഴുള്ള അടുത്തത് കേട്ടോ, 10ാമത്തത് പോയിന്റില് ദിവ്യരക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. നമുക്ക് ഓരോ പോയിന്റിലും ഇതേപോലെ ഓരോ
ഡീറ്റെയിൽ ആയുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല കാറ്റ് എന്ന് പറഞ്ഞാൽ നല്ല കാറ്റാട്ടോ, കിടിലൻ കാറ്റാണ്, ഒരു രക്ഷയില്ല. നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല, കാരണം നമ്മളിങ്ങനെ തള്ളി മാറ്റിക്കൊണ്ടാണ് കാറ്റ്, അത്രയും കാറ്റാണ്. നോയ്സ് നിങ്ങൾക്ക് അറിയാം, നല്ല നോയ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഉണ്ടായതാലും അങ്ങോട്ട് കയറി പോകട്ടോ. ഇതുണ്ടോ, ഓക്കെ, നല്ല ഭംഗിയില്ലത്. എന്തോ ഒരു തരം ചെറിയൊരു മരമാണ്, അതിൻ്റെ കായ, ഒരു തരം കായാണ് കേട്ടോ ഇവർ. ഇതുണ്ടോ, നല്ല ഭംഗിയുണ്ട് ഏതായാലും. ഈശോയെ കുരിശിൽ തറക്കുന്നതിൻ്റെ നമുക്ക് അങ്ങ് ആ ലാസ്റ്റ് വരെ പോകട്ടോ. ഇതിപ്പം നമ്മളങ്ങനെ കയറിയതാ, അങ്ങനെ കയറി വന്നു. ഇപ്പോൾ 11ാമത്തെ പോയിന്റാണ്. ഈ സൈഡിലൊക്കെ നല്ല വ്യൂ കേട്ടോ. നമ്മൾ ഒരുപാട് സമയം ഇപ്പോൾ കേട്ടോ, 11:15 അങ്ങോട്ട് കയറി വരാൻ ഒരുപാട് സമയം എടുത്തു. ഇതുണ്ടോ, ഇവിടെ ഈശോയെ കുരിശിലേറ്റിയ കുരിശ് കാണാം, അതിൻ്റെ ഒരു ഓർമ്മക്കേറ്റ്. അതിൽ വരുന്ന വഴിക്കൊക്കെ ഈശോ കുരിശുമായിട്ട് കയറി പോകുന്നതിനുള്ള ഓരോ സംഭവങ്ങളും ഓരോ പോയിന്റുകളായിട്ട് അവിടെ അതിൻ്റെ ചിത്രങ്ങളടക്കം മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓരോ ചിത്രങ്ങളും അതിൻ്റെ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. മല കയറി വരുന്നതുവരെ ഓരോരോ പോയിന്റുകളായിട്ട്. നമുക്ക് മുകളിൽ കയറി കഴിഞ്ഞൊരു പള്ളി ഉണ്ട്, അതിൻ്റെ ഏറ്റവും ടോപ്പിൽ. കുറച്ചുകൂടെ മുന്നോട്ട് പോകണം, നല്ല വ്യൂ ആയിരിക്കും കേട്ടോ. നമുക്ക് അങ്ങോട്ട് കുറച്ചുകൂടെ കയറി പോകാണ്ട് അവിടെ കുറച്ചുകൂടെ പോകണ്ട കേട്ടോ. ഇത് മുകളിൽ വന്നു കഴിഞ്ഞാൽ ഒരു പള്ളി കാണാം. ഇതാണ് കുരിശുമല. യേശുവിനെ കുരിശ് തെറിച്ച ഓരോ ഓർമ്മകൾ വരുന്ന വഴിക്കൊക്കെ അതിൻ്റെയൊക്കെ ഓരോ കാര്യങ്ങൾ ചിത്രങ്ങളടക്കം ആ സംഭവങ്ങൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ, ഓരോ പോയിന്റുകളായിട്ട്. കുറച്ച് നടക്കാൻ കേട്ടോ, 1 കിലോമീറ്ററോളം അങ്ങോട്ട് കയറി വരാൻ കേട്ടോ. കണ്ടോ, ഇതിന്റെ മണ്ടയ്ക്ക് ഒരു കിണറുണ്ട് കേട്ടോ. കണ്ടോ, അടിയിൽ കുറച്ച് വെള്ളമുണ്ട്. ഇത് ഈശോയുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നതിൻ്റെ ചിത്രമാട്ടോ. അതിൻ്റെ ടോപ്പിലായിട്ടൊരു പള്ളി കൂടെ ഉണ്ട്. ഏറ്റവും ടോപ്പിൽ വന്ന് കഴിഞ്ഞാൽ പള്ളിയുടെ പുറകുവശത്തു നിന്നുള്ള വ്യൂ കാണിച്ചു കേട്ടോ. ഇതുണ്ടോ, അങ്ങ് കയറിപ്പോട്ടോ. നമുക്ക് അങ്ങനെ നടന്ന് അങ്ങോട്ട് പോകാം, ഒരുപാട് പോകണ്ട. നമുക്ക് കുറച്ചുകൂടെ താഴോട്ട് പോയി നോക്കട്ടോ. ഒരു അവിടെ നിന്ന് എന്താ വ്യൂ നോക്കാം. അതിൽ ഇവിടെ തന്നെ കയറി വന്നല്ലേ. മെയിനായിട്ട് കുരിശുമലയിൽ യേശു കുരിശുമായി ചുമന്ന് പോകുന്നതിൻ്റെ കുറേ ഓർമ്മകൾ
അതിൻ്റെ ചരിത്രങ്ങൾ പല കയറി വരുമ്പോൾ പല ഭാഗത്തായിട്ട് ഓരോ പോയിന്റുകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചിത്രങ്ങളും അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അതായത് യേശു കുരിശിലേറ്റിയ ഓർമ്മ, അതാണ് കുരിശുമല. അതിൻ്റെ ഓർമ്മകൾ, അതിൻ്റെ ഓരോ കാര്യങ്ങളും ഓരോ പോയിന്റുകളായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. വരുന്ന നമ്മൾ കയറി വരുന്ന ഭാഗത്തായിട്ട് അതിൻ്റെ ചിത്രങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഏറ്റവും മുകളിൽ വന്നിട്ടോ, ഏറ്റവും മുകളിൽ വന്നിട്ട് അവിടുന്ന് കാണുന്നൊരു വ്യൂ ആണേ. ഓക്കെ, കിടിലം വ്യൂ കേട്ടോ. അന്യായ വ്യൂ എന്ന് പറഞ്ഞാൽ അന്യായ വ്യൂ ആ. ഓക്കെ, പരന്ന് കിടക്കട്ടോ സ്ഥലം. അങ്ങനെ താഴോട്ട് വേണേൽ നടന്നു പോകാൻ നോക്കൂ. പാറാണ് അങ്ങനെ കിടക്കണത്. അങ്ങ് പോകുന്ന ഇങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ പോവാണ്. ഇതുണ്ടോ, അടിപൊളി വ്യൂ അല്ലേ? കാറ്റൊരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര കാറ്റ്, നോയ്സാണ്, ഒരു രക്ഷയില്ല. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? അടിപൊളിയല്ലേ? കിട്ടൂന്ന് പറഞ്ഞാൽ കിട്ടു സ്ഥലം കേട്ടോ. കുരിശുമല കുറച്ച് കയറി വരാനുണ്ട്, എന്നാലും കയറി വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്. വരുന്ന വഴിക്കൊക്കെ നമുക്ക് കുറേ സംഭവങ്ങൾ കാണാം. അടിപൊളി വ്യൂ കേട്ടോ. നല്ലൊരു വ്യൂ പോയിന്റ് കൂടാണ്. അന്യായ വ്യൂ കേട്ടോ. പക്ഷെ കാറ്റാണ് ആകെ പ്രശ്നം, നോയ്സ് ഒന്നും പറയാൻ പറ്റുന്നില്ല. നല്ല നോയ്സാണ്. കാറ്റാണെങ്കിൽ എന്ത് കാറ്റെന്നാ പറയാ, നമ്മളെ കൊണ്ടുപോകും കാറ്റ്, അത്രയും കാറ്റാ. ഭയങ്കര കാറ്റാട്ടോ. കുരിശുമലയുടെ ഏറ്റവും ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ കാണുന്ന കേട്ടോ. ഒരു ഓഫീസുണ്ട്, ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്, ടോയ്ലറ്റ് സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ. കാറ്റുണ്ടോ, എന്ത് ശക്തി നോക്കിയ കാറ്റിന് കേട്ടോ. പറന്ന് പോയിട്ട് നോക്കാം, കാറ്റ് പറന്ന് പോകുന്ന കാറ്റാണ്. കിട്ടില്ല കാറ്റ് കേട്ടോ. എന്തോ കേൾക്കുന്നുണ്ടോ?
ഉണ്ടോ അങ്ങ് ലോങ് കാണുന്നത് മുരുകന്മല, അതിൻ്റെ അപ്പുറത്ത് തങ്ങൾപ്പാറ കേട്ടോ. ഉണ്ടോ നല്ലൊരു വ്യൂ കേട്ടോ. കയറി വരുമ്പോൾ കുറച്ച് ഇങ്ങോട്ട് കയറി വരാനുണ്ടെന്ന് മാത്രം. ഈ കാണുന്നതാണ് മുരുകമ്പല. അതിൻ്റെ മുകളിൽ ഒരു അമ്പലമുണ്ട്. അങ്ങോട്ട് നമ്മളിനി പോകുന്നില്ല, ഇത് കാണുന്നത് തന്നെ ഉള്ളൂ. അവിടെ പോയി കഴിഞ്ഞാലുള്ള വ്യൂ കാണുന്നത് അത് വ്യൂ ഉണ്ടോ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ പോകുന്നില്ല, നമ്മളിനി പോകുന്നത് തങ്ങൾപ്പാറാണ്. നേരെ അപ്പുറത്ത് തന്നെ ഉണ്ട് കാണുന്നത്. നമ്മളിനി അങ്ങോട്ടോ പോകുന്നത്. ഇവിടെ ഏതായാലും നമ്മളിനി കയറുന്നില്ല. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ഫ്രണ്ട്സിനും ഫാമിലീസിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കും കേട്ടോ. നമ്മൾ അടിപൊളി വീഡിയോസ് ആയിരിക്കും ഇനി അടുത്ത ദിവസം വരാനുള്ളത്. ഒരുപാട് വീഡിയോസ് വരാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ, ബൈ ബൈ.